ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ അമിത്ഷായുടെ കേരള സന്ദർശനത്തിൽ ആർ.എസ്.എസ്. നേതാക്കളുമായി ചേർന്ന് നടത്തിയ യോഗത്തിലാണ് പരിവാർ സംഘടനകളുടെ സാമ്പത്തിക വിവരങ്ങൾ പരിശോധിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ ബി.ജെ.പിയിൽ മെഡിക്കൽ കോളേജ് കോഴ വിവാദം വന്നതോടെ സാമ്പത്തിക വിവരശേഖരണം സജീവമാക്കാനാണ് ആർ.എസ്.എസിന്റെ തീരുമാനം. ഓരോ പ്രദേശത്തെയും ഖണ്ഡ് അഥവാ പ്രാദേശിക സമിതി മുഖേനയാണ് വിവരശേഖരണം. ഖണ്ഡിന്റെ പരിധിയിൽ വരുന്ന വിവിധ പരിവാർ സംഘടനാ ഭാരവാഹികളുടെ സാമ്പത്തിക സ്രോതസ്, വരുമാനം തുടങ്ങിയവയാണ് അന്വേഷിക്കുന്നത്. ആർ.എസ്.എസ്. മുൻ കേരള മേധാവിയായിരുന്ന ക്ഷേത്രീയ പ്രചാർ പ്രമുഖ് പി.ആർ. ശശിധരൻ, പ്രാന്തീയ കാര്യകാരി സദസ്യ വത്സൻ തില്ലങ്കേരി എന്നിവർക്കാണ് സാമ്പത്തിക വിവരം അന്വേഷിക്കുന്നതിന്റെ ചുമതല. ബി.ജെ.പി., ആർ.എസ്.എസ്., തൊഴിലാളി സംഘടനയായ ബി.എം.എസ്. തുടങ്ങിയ മുഴുവൻ പരിവാർ സംഘടനാ ഭാരവാഹികളുടെയും സാമ്പത്തിക വിവരങ്ങൾ ശേഖരിക്കും. താഴെത്തട്ടിൽ പ്രാദേശിക ഖണ്ഡ് സമിതികൾ ഇതിനായി ഓരോ സ്ഥലത്തുമുള്ള വിവിധ സംഘടനാ ഭാരവാഹികളുടെ പട്ടിക തയ്യാറാക്കി കഴിഞ്ഞു. താഴെത്തട്ട് മുതൽ അഖിലേന്ത്യാ തലം വരെയുള്ള ഭാരവാഹികളുടെ സാമ്പത്തിക വിവരങ്ങൾ ശേഖരിക്കുന്നതോടെ ശുദ്ധീകരണം സാധ്യമാകുമെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെയും വിശ്വാസം. പി. വിദ്യ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.